യഹിയ സിൻവാർ, അപകടകാരിയായ പകരക്കാരൻ. വ്യക്തിപരിചയം. നിയാസ് വേളം. യഹിയ ഇബ്രാഹിം ഹസൻ സിൻവാർ എന്ന യഹിയ സിൻവാർ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മൂസ അബൂ മർസൂഖിനും ഖാലിദ് മിഷ്അലിനും ഷഹീദ് ഇസ്മായിൽ ഹനിയയ്ക്കും ശേഷം നാലാമനായാണ് അദ്ദേഹം ഉത്തരവാദിത്തമേൽക്കുന്നത്. 2012 മുതൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സിൻവാർ 2017 മുതൽ ഗസ മുനമ്പിലെ ഹമാസ് ഘടകത്തിൻ്റെ തലവനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഹമാസിൻ്റെ മുൻനിര നേതാക്കളിൽ പ്രധാനിയായ യഹിയ സിൻവാർ 1962 ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിക്കുന്നത്. ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് ഗസയിൽ നിന്ന് അറബി ഭാഷയിൽ ബിരുദധാരിയായ അദ്ദേഹം പഠനകാലത്ത് ഹമാസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ അൽ ഖുത്ലത്തുൽ ഇസ്ലാമിയയുടെ അധ്യക്ഷനായിരുന്നു. പല സമയങ്ങളിലായി നിരവധി തവണ ഇസ്രയേലി ജയിലുകളിൽ കഴിയേണ്ടി വന്ന യഹിയ സിൻവാറിന് 1988 മുതൽ 2011 വരെ നീണ്ട 23 വർഷത്തെ ജയിൽവാസം ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിലൊന്നായിരുന്നു. അക്കാലത്താണ് അദ്ദേഹം ഹീബ്രു ഭാഷയിലുള്ള വ്യത്യസ്ത പഠനങ്ങൾ വായിക്കുന്നതും ഇസ്രയേലിൻ്റെ ആഭ്യന്തര സാഹചര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നതും. 2011 ജയിൽ മോചിതനായതിനു ശേഷം ഹമാസിലും അവരുടെ സൈനിക വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡിലും നിർണായകമായ പല ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച തൂഫാനുൽ അഖ്സ 10 മാസം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഷഹീദ് ഇസ്മായിൽ ഹനിയെപ്പോലെ കരുത്തനായൊരു നേതാവിൻ്റെ പിൻഗാമിയായി യഹിയ സിൻവാറിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഹമാസ് വ്യക്തമായ ചില സന്ദേശങ്ങൾ ലോകത്തിന് കൈമാറുന്നുണ്ട്. ഹമാസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ചും ഗസയുടെ നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും തൂഫാനുൽ അഖ്സയുടെ ഭാവിയെക്കുറിച്ചുമെല്ലാമുള്ള നിർണായക സൂചനകൾ ആ തെരഞ്ഞെടുപ്പിലുണ്ട്. സർവോപരി ഇസ്രയേൽ അധിനിവേശ ശക്തികൾക്ക് ഈ ഘട്ടത്തിൽ നൽകാവുന്ന ആഘാതമേറിയ പ്രഹരമാണ് ഈ പ്രഖ്യാപനം. ഇസ്മായിൽ ഹനിയയുടെ പകരക്കാരനെ ചൊല്ലി ഹമാസിൽ ഭിന്നതകൾ രൂപപ്പെടുന്നുവെന്ന ഇസ്രയേൽ പ്രചാരണങ്ങൾക്കിടയിലാണ് ഓഗസ്റ്റ് 6 ചൊവ്വാഴ്ച രാത്രി യഹിയ സിൻവാറിനെ തിരഞ്ഞെടുത്തതായി ഹമാസിൻ്റെ ഔദ്യോഗിക പ്രസ്താവന പുറത്തുവരുന്നത്. ഹനിയയുടെ ഷഹാദത്തിന് ഒരാഴ്ച തികയും മുമ്പേ ഐകകണ്ഠ്യേന പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തതിലൂടെ ഹമാസിൻ്റെ കെട്ടുറപ്പും ചടുലതയും ഒരിക്കൽ കൂടി സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ഹമാസിൻ്റെ സൈനിക രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നും യഹിയ സിൻവാറിന് ഹമാസിൻ്റെ ബാഹ്യ നേതൃത്വവുമായി ബന്ധം നഷ്ടപ്പെട്ടുവെന്നുമുള്ള ഇസ്രയേലി പ്രചാരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. സിൻവാറിന് തങ്ങൾ പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഏത് തീരുമാനവും നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നുമുള്ള അൽ ഖസാം ഔദ്യോഗിക വക്താവ് അബു ഉബൈദയുടെ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഫലസ്തീനിയൻ ചെറുത്തുനിൽപ്പിൻ്റെ തന്ത്രപ്രധാന മേഖലയും തൂഫാനുൽ അഖ്സയുടെ പ്രഭവ കേന്ദ്രവുമായ ഗസയുടെ സ്ഥൈര്യത്തെ പല രൂപത്തിൽ സ്ഥിരപ്പെടുത്തുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ്. ഗസയിലെ ഹമാസ് നേതാവിനെ മുഴുവൻ ഹമാസിൻ്റെയും പരമോന്നത പദവിയിലേക്ക് ഉയർത്തുന്നതിലൂടെ മാസങ്ങളായി തുടരുന്ന നരഹത്യയും സംഹാര താണ്ഡവവും ഗസയുടെ നിശ്ചയദാർഢ്യത്തെ തെല്ലും ബാധിച്ചിട്ടില്ലെന്നും പൂർവാധികം ശക്തിയിൽ തുടരുമെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് അവർ ലോകത്തിന് നൽകുന്നത്. ഗവേഷകൻ സഈദ് സിയാദ് നിരീക്ഷിക്കുന്നത് പോലെ ഗസയാണ് ഈ പോരാട്ടത്തെ നയിക്കുന്നതെന്നും ഹമാസ് ഗസയിൽ നിന്നാണ് ഈ പോരാട്ടത്തിൻ്റെ ദിശ നിർണയിക്കുന്നതെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നതാണ് പുതിയ നീക്കം. യഹിയ സിൻവാറിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് ടൈംസ് ഓഫ് ഇസ്രയേലിൻ്റെ മിഡിൽ ഈസ്റ്റ് വിശകലന വിദഗ്ധൻ ആഫി യസ്ഹാറൂഫ് ഹമാസ് ഏറ്റവും അപകടകാരിയായ വ്യക്തിയെ അവരുടെ നേതാവാക്കിയിരിക്കുന്നു എന്നാണ് പ്രതികരിച്ചത്. അധിനിവേശ ശക്തികൾ ഏറ്റവും ഭയപ്പെടുന്ന പോരാളിയെ ഈ ഘട്ടത്തിൽ നേതാവാക്കുന്നതിലൂടെ ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് നൽകുന്നത്. അവർ തങ്ങളുടെ ഒന്നാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ച് ഇതിനകം കൊലപ്പെടുത്തിയെന്നോ ഏത് നിമിഷവും കൊലപ്പെടുത്തുമെന്നോ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ നേതൃത്വമേൽപ്പിക്കുക വഴി ഒരിക്കൽ കൂടി ഇസ്രയേലിനെ പരാജയപ്പെടുത്തുകയാണവർ. ഇസ്മായിൽ ഹനിയയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നേതാക്കളുടെയോ അവരുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ നഷ്ടപ്പെടുന്നത് തങ്ങളെ ഒരർത്ഥത്തിലും പുറകോട്ട് നയിക്കുകയില്ലെന്ന വ്യക്തമായ സന്ദേശമാണത് കൈമാറുന്നത്. ഇസ്രയേലിനെക്കുറിച്ച് അവരെക്കാൾ നന്നായി അറിയുന്നവനെന്ന സിൻവാറിനെക്കുറിച്ച് നിരീക്ഷണം കേവല അതിശയോക്തിയല്ല. വംശഹത്യ ആരംഭിച്ച് 10 മാസം കഴിഞ്ഞിട്ടും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് ഒന്നുപോലും നേടാൻ കഴിയാത്ത ദയനീയ പരാജയത്തെ നേതാക്കളുടെ ജീവനെടുക്കുന്നതിലൂടെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന നെതന്യാഹുവിനേറ്റ ശക്തമായ തിരിച്ചടി കൂടിയാണ് ഹമാസിൻ്റെ പുതിയ തീരുമാനം. ഹനിയയെ കൊലപ്പെടുത്തി ചെറുത്തുനിൽപ്പിൻ്റെ വീര്യം കുറയ്ക്കാമെന്ന് കരുതിയ നെതന്യാഹുവിന്
തങ്ങളുടെ എല്ലാ വീര്യവും കളഞ്ഞ തൂഫാനുൽ അഖ്സയുടെ സൂത്രധാരണയാണ് ഇനി നേരിടാനുള്ളത്. ഇനിയും എവിടെയാണെന്ന് സ്ഥിരീകരിക്കാൻ പോലും കഴിയാത്ത വിധം തങ്ങളിൽ പലരുടെയും പ്രിയപ്പെട്ടവർ ബന്ദികളാക്കപ്പെട്ട തൂഫാനുൽ അഖ്സയുടെ എഞ്ചിനീയർ ഹമാസിൻ്റെ തലപ്പത്തേക്ക് വരുന്നത് ഇസ്രയേൽ രാഷ്ട്രത്തിനകത്ത് നിലവിലുള്ള ആഭ്യന്തര അസ്വസ്ഥതകളെ കൂടുതൽ രൂക്ഷമാക്കുമെന്ന മഹ്മൂദ് അലൂഷിനെ പോലുള്ളവരുടെ നിരീക്ഷണവും ശ്രദ്ധേയമാണ്. ഈജിപ്ഷ്യൻ എഴുത്തുകാരനും ഗ്രന്ഥകർത്താവുമായ അദ്ഹം ഷർക്കാവി ട്വിറ്ററിൽ കുറിച്ചതുപോലെ, താരതമ്യേന ശാന്തപ്രകൃതനും വിവേകശാലിയുമായ ഹനിയയെ നിങ്ങൾ കൊന്നുകളഞ്ഞിരിക്കുന്നു. ഇനി വിലപേശലുകളിൽ താൽപ്പര്യമില്ലാത്ത എതിരാളികളെ തൻ്റെ തീരുമാനങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയിക്കുന്ന സിൻവാറിനെ നേരിട്ട് കൊള്ളുക. 2023 ഒക്ടോബർ 7 ആരംഭിച്ച തൂഫാനുൽ അഖ്സയുടെ മുഖ്യ സൂത്രധാരന്മാരിൽ പ്രമുഖനാണ് യഹ്യ സിൻവാർ. മുഹന്ദിസ് തൂഫാനുൽ അഖ്സ, തൂഫാനുൽ അഖ്സയുടെ എഞ്ചിനീയർ എന്നാണ് അതിനുശേഷം അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാൾ ഈ ഘട്ടത്തിൽ ഹമാസിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് നിലവിലെ പോരാട്ടത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. 10 മാസം പിന്നിടുന്ന ആ പോരാട്ടത്തെ ഇപ്പോഴും വളരെ സജീവമായി അദ്ദേഹം നയിക്കുന്നുണ്ട് എന്നാണ് നേതൃമാറ്റത്തിലൂടെ വ്യക്തമാകുന്നത്. തൂഫാനുൽ അഖ്സയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില സൂചനകൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് സിൻവാറിൻ്റെ തെരഞ്ഞെടുപ്പ്. വിദേശത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ എന്ന പദവിന് വിപരീതമായി യഹ്യ സിൻവാറിനെ ഹമാസിൻ്റെ നേതൃപദവിയിൽ നിയോഗിക്കുന്ന തീരുമാനം പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് വികസിക്കുന്നതിൻ്റെ സൂചനയാണെന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. ഫീൽഡിൽ നിന്ന് തന്നെ നേതാവിനെ നിശ്ചയിക്കുന്നത് പോരാട്ടഭൂമിക്ക് മുൻഗണന നൽകുന്നതിൻ്റെയും ചെറുത്തുനിൽപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെയും ഭാഗമാണെന്ന അമീൻ ഹുബിലയുടെ വിശകലനം ഇതിൽ ശ്രദ്ധേയമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസാന അതോറിറ്റി പോരാട്ടഭൂമിയിലേക്ക് മാറുന്നു എന്നത് ആ അർത്ഥത്തിൽ പ്രധാനമാണ്. എല്ലാത്തിനുമപ്പുറം നേതാക്കളെ ഇല്ലാതാക്കിയാൽ അവസാനിക്കുന്നതല്ല ഫലസ്തീനികളുടെ വിമോചന പോരാട്ടം എന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് യഹ്യ സിൻവാറിൻ്റെ പുതിയ നിയോഗം. ഹമാസിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം അതിൻ്റെ നേർസാക്ഷ്യമാണ്. 2004 ആഴ്ചകളുടെ ഇടവേളയിൽ ഷെയ്ഖ് അഹമ്മദ് യാസീൻ്റെയും ഷഹീദ് റന്തീസിയുടെയും ഷഹാദത്തിനെയും അതിജീവിച്ച ചരിത്രമാണത്. തൂഫാനുൽ അഖ്സ ആരംഭിച്ചതിന് ശേഷം സ്വാലിഹ് അൽ അറൂറിയെ പോലുള്ളവരുടെ ഷഹാദത്ത് അതിൻ്റെ തുടർച്ചയാണ്. ഒരു നേതാവ് അസ്തമിക്കുമ്പോൾ കൂടുതൽ കരുത്തനായ മറ്റൊരാൾ ഉദിച്ചു വരും. ഫലസ്തീൻ വിമോചിതമാകുന്നതുവരെ പോരാട്ടം തുടരും.